ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP ഫോട്ടക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട്. അപ്പോൾ ഒരുപാട് ദിവസമായില്ലേ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട്, കാരണം ചെറിയ ത്രോട്ട് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് സംസാരിക്കാൻ പറ്റാത്ത ചെറിയ ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാത്തത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ മത്സരമായ നമ്മുടെ പഞ്ചാബ് വേഴ്സസ് ബാംഗ്ലൂർ തമ്മിലുള്ള മത്സരത്തിൻ്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ്. അപ്പോൾ ഈ ഒരു മാച്ചിൽ ആര് ജയിക്കുന്നു അവർ ഡയറക്റ്റ് ഫൈനലിലോട്ട് കടക്കും. സോ ഈ ഒരു മാച്ച് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാളിഫൈ നമ്പർ 1 മാച്ചാണ്. സോ ഈ ഒരു മത്സരം നടക്കുന്നത് ഇന്നേ ദിവസം കൃത്യം 7:30, അതായത് മെയ് 29 കൃത്യം 7:30 നമ്മുടെ ജയ്പൂരുള്ള മഹാരാജ സ്റ്റേഡിയത്തിലാണ് ഈ ഒരു മാച്ച് നടക്കുന്നത്. അതായത് നമ്മുടെ രാജസ്ഥാൻ റോയൽസിൻ്റെ ഹോം ഗ്രൗണ്ട് എന്നൊക്കെ വേണേൽ പറയാം. രാജസ്ഥാനിലാണ് ഈ ഒരു മാച്ച് നടക്കുന്നത്. സോ ഇപ്പോൾ ഈ ഒരു മത്സരത്തിനെ പറ്റിയുള്ള ഡീറ്റെയിൽസിലോട്ട് കിടക്കുന്നതിന് മുന്നേ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് നിങ്ങൾ കയറി ജോയിൻ ചെയ്യാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്തു. കാരണം നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലാണ് ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യാറുള്ളത്. സോ എന്തായാലും കയറി ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു പിച്ചിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ ഇതൊരു ബാറ്റിംഗ് ഫ്രണ്ട്ലി സർഫസ് ആണ്. അതുപോലെ തന്നെ സ്പിന്നേഴ്സിന് ഇവിടെ നല്ല രീതിക്ക് ഇമ്പോർട്ടൻസ് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ ഫാസ്റ്റ് ബോളേഴ്സിന് എഫക്റ്റീവാണ്. അതുപോലെ തന്നെ ആവറേജ് സ്കോറായിട്ട് കണക്കാക്കപ്പെടുന്നത് 175 റൺസിൻ്റെ മുകളിലോട്ടാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്ത ടീം 5 പ്രാവശ്യവും സെക്കൻഡ് ബാറ്റിംഗ് ചെയ്ത ടീം 4 പ്രാവശ്യമാണ് വിൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ലാസ്റ്റ് നടന്ന 9 മത്സരങ്ങളിൽ, അതായത് 9 IPL മത്സരങ്ങളിൽ 81 വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സും 41 വിക്കറ്റ് സ്പിന്നേഴ്സും എടുത്തിരുന്നത്. പക്ഷെ നിങ്ങൾ അതൊന്നും ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഒരു മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഇരു ടീമുകൾക്കും അത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു മാച്ചായിരിക്കും. സോ കൂടുതൽ ഇവിടെ വിക്കറ്റ്സ് കിട്ടുകയാണെങ്കിൽ ഫാസ്റ്റ് ബോളേഴ്സിനാണ് മേ ബി കൂടുതൽ കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉള്ളത്. വളരെ റെയർ കേസസിൽ മാത്രമേ സ്പിൻ ബോളേഴ്സിന് കൂടുതൽ കിട്ടാറുള്ളൂ. പക്ഷേ നമുക്ക് കൂടുതലും ഫാസ്റ്റ് ബോളേഴ്സിനെ തന്നെ സപ്പോർട്ടീവായിട്ടൊരു ടീം ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലൊരു ഇത്. ഇപ്പോൾ ഏത് ടീമാണ് ഇപ്പോൾ നമ്മുടെ പഞ്ചാബും RCBയും ടോസ് കിട്ടിയത് ഇപ്പോൾ പഞ്ചാബിനാണെങ്കിൽ പഞ്ചാബ് ബൗളിംഗ് ആയിരിക്കും കൂടുതലും ചൂസ് ചെയ്യുക. ബൗളിംഗ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പഞ്ചാബിത്തെ ഡെത്ത് ഓവേഴ്സ് എറിയുന്ന ബൗളേഴ്സിനെ എല്ലാവരെയും കൊണ്ടുവന്ന് ടീമിലോട്ട് ഇട്ടോ, കാരണം അത്രയും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. പിന്നെ അതേസമയം നിങ്ങൾ നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ നമ്മുടെ RCBത്തെ മെയിൻ ബൗളേഴ്സായിട്ടുള്ള മിഡിൽ ഓവർ കവർ ചെയ്യുന്ന സ്പിന്നേഴ്സിനെയും അതുപോലെ തന്നെ ഫാസ്റ്റ് ബോളേഴ്സിന് എന്തായാലും കൊണ്ടുവരണം. ഇതൊരു ബാറ്റിംഗ് മാച്ചായിരിക്കുമോ ബോളിംഗ് മാച്ചായിരിക്കുമോ എന്ന് കണ്ടന്റ് അറിയണം. കാരണം ഇപ്പോൾ വേറെ രീതിക്കാണ്, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാത്ത രീതിക്കാണ് മത്സരങ്ങളൊക്കെ പോകുന്നത്. ബൗളിംഗ് പിച്ചാണെങ്കിൽ കൂടെ ബാറ്റിംഗ് ആണ് ഇവിടെ സ്കോർ പോകുന്നത്. സോ കംപ്ലീറ്റ്ലി ഈ ഒരു മാച്ച് എന്ന് പറഞ്ഞാൽ ക്വാളിഫൈ നമ്പർ 1 ആണ്. സോ അൺപ്രഡിക്റ്റബിൾ ആവാനുള്ള പോസിബിലിറ്റീസ് ഹൈ ആണ്. അപ്പോൾ ഞാൻ പറയാം, ജസ്റ്റ് സിമ്പിളായിട്ട് ഈ ഒരു പിച്ചിനെ പറ്റി പറഞ്ഞു തരാം. ബാറ്റിംഗ് ചെയ്യുന്ന ടീം അത്യാവശ്യം നല്ല റൺസ് സ്കോർ ചെയ്യും. അത് ഏകദേശം ഒരു 175. ഏത് ടീമാണെങ്കിലും ഇരു ടീം സ്ട്രോങ് ആയതുകൊണ്ട് ഒരു 175 എന്നുള്ളൊരു സ്കോർ തീർച്ചയായിട്ടും ഏത് ടീമാണെങ്കിലും എത്തും. പിന്നെ ഇവിടെ ചേസിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ, ചേസിങ്ങിൽ ഇപ്പോൾ നമ്മൾ ഏത് ടീമാണെങ്കിലും എങ്ങനെയാണെന്നല്ല, ബട്ട് ഇപ്പോൾ നമ്മുടെ പഞ്ചാബിനെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് ആദ്യത്തെ കുറച്ച് ബാറ്റിംഗ് ഓപ്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഓൾറൗണ്ടേഴ്സിലാണ് കൂടുതൽ പോകുന്നത്. സോ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കുറവ് നമ്മുടെ പഞ്ചാബിന് ഉണ്ടോ എന്നൊരു സംശയമാണ്. പക്ഷേ പഞ്ചാബിൻ്റെ ക്യാപ്റ്റൻസിയും ബൗളിംഗ് സ്ട്രെങ്ത്തും അപാരം തന്നെയാണ്. പഞ്ചാബിൻ്റെയും RCBയുടെയും ഏതാ ഏറ്റവും കൂടുതൽ ബൗളിംഗ് സ്ട്രെങ്ത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പറയും പഞ്ചാബ് തന്നെയാണ്. പക്ഷേ ബാറ്റിങ്ങിൽ നോക്കുന്ന സമയത്ത് ഒരു പടി മുകളിൽ, അതായത് പഞ്ചാബിനെക്കാട്ടിലും ഒരു പടി മുകളിൽ RCB തന്നെയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താ ഞാൻ പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പഞ്ചാബിലൊരു 4 ബാറ്റ്സ്മാൻ കഴിഞ്ഞാൽ പിന്നെ നന്നായി കളിക്കുന്ന പ്ലെയേഴ്സ്, നല്ലൊരു ബാറ്റിങ്ങിൻ ഫോക്കസ്ഡായുള്ള പ്ലെയേഴ്സൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ അതേസമയം നമ്മുടെ RCB ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് മാച്ച് കണ്ടത് മനസ്സിലാവും. 4 വിക്കറ്റ് പോയിട്ടും സുഖമായിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് റൺസ് സ്കോർ ചെയ്തൊരു ടീമാണത്. അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഇരു ടീമുകൾക്കും അങ്ങനെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. ഇനി നമ്മുടെ പ്ലെയേഴ്സിൻ്റെ സ്റ്റാറ്റ്സ് പറയുന്നതിന് മുന്നേ എനിക്കൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താറുണ്ട്. കുബേര ഫാൻറ്റസി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ യൂസ് ചെയ്തത്. കാരണം നിങ്ങൾക്ക് അത്രയും വലിയ നഷ്ടമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സിമ്പിളായിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന കിടിലനായിട്ടുള്ളൊരു ഫീച്ചറുണ്ട്. അതായത് ഈ ഡ്യോ എന്നാണ് ഇതിൻ്റെ പേര്. 5 പ്ലെയേഴ്സ് ഉണ്ടാകും, നന്നായി കളിക്കാൻ ചാൻസ് ഉള്ള ആരാണെന്ന് ജസ്റ്റ് നോക്കി പ്രെഡിക്റ്റ് ചെയ്താൽ മതി. അങ്ങനെ ചെറിയ എമൗണ്ടിനൊക്കെ പ്രെഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 3 രൂപ ഇട്ട് 5 രൂപ ഇട്ട് ഞാൻ ചെറിയൊരു കോൺടെസ്റ്റ് കാണിച്ചു തന്നെ. അതുപോലെ തന്നെ അത്യാവശ്യം നിങ്ങളുടെ ഈ എമൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ 167 300 രൂപയൊക്കെ കിട്ടും. അത് ഒരാളെ മാത്രം നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് ഒരു ടീം കളിക്കാനായിട്ട് സാധിക്കും.
അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റുള്ള പ്ലെയർ വിരാട് കോഹ്ലിയാണ് പിക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വിരാട് കോഹ്ലിയെക്കാട്ടിലും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ചിലപ്പോൾ ഫിലിപ്പ് സാൾട്ട് ആയിരിക്കും, ശ്രേയസ് അയ്യർ ആയിരിക്കും, വേറെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും. സോ അവരെ കൂടെ നമുക്കിവിടെ പിക്ക് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സോ എന്തായാലും ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുബേര ഫാൻറ്റസി ട്രൈ ചെയ്തു. അതുപോലെ തന്നെ ഡ്യുവോ പ്രോ ഉണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് എ ടൈം 2 പേരെ ചൂസ് ചെയ്ത് ഇറങ്ങാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ശ്രേയസ് അയ്യർ ഇപ്പോൾ വിരാട് കോഹ്ലി എടുത്തു കഴിഞ്ഞാൽ ബൗളിംഗ് ഓപ്ഷനിൽ ഇപ്പോൾ നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും എടുക്കാം. ഈ ആഷ്ടയാലോ ഇപ്പോൾ ഹർഷദീപിൻ്റെ ഒരു കോമ്പിനേഷൻ ഓൾറെഡി ഇതിലുള്ളതുകൊണ്ടാണ് നമുക്ക് എടുക്കാൻ പറ്റാത്തത്. നമ്മുടെ ഒരു ഓപ്പോസിറ്റുള്ള ഒരാൾ വിരാട് കോഹ്ലി ഹർഷദീപിനെയാണ് എടുത്തിരിക്കുന്നത്. സോ നമുക്ക് വിരാട് കോഹ്ലി ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ശ്രേയസ് അയ്യറിനെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഏത് ബോളറിനെ വേണമെങ്കിൽ എടുക്കാം. അങ്ങനെ 2 പ്ലെയേഴ്സൊക്കെ ആയിട്ട് കളിക്കാൻ പറ്റുന്ന കിടിലൻ ഓപ്ഷനാണ്. നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും മക്കളെ. IPL കഴിഞ്ഞാലും ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ്. കാരണം ഇങ്ങനെ സിമ്പിളായിട്ട് ബെറ്റ് വെച്ച് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ചോയ്സ് 11 പറ്റിയൊന്നും പറയണ്ടല്ലോ. ഇതേ സെയിം ഫീച്ചർ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷനിലുണ്ട്. ഇവിടെ ഈ കോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് ഈ ഒരു സെയിം സംഭവം തന്നെയാണ്, ഒരു ഡിഫറൻസും ഇല്ല. സോ ഈ ഒരു ആപ്പും എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് നിങ്ങൾ. അതുപോലെ തന്നെ മൈ മാസ്റ്ററിൽ ഫ്രീ ആയിട്ട് 1 lakh rupees ഗീവ് അവേ കൊടുക്കുന്നുണ്ട്. അതാണ് ഈ ഒരു ആപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇവിടെ ഒരുപാട് മാച്ചസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഇന്നത്തെ മത്സരം എടുത്ത് നോക്കിയാലും പഞ്ചാബോ RCB തമ്മിലുള്ള മാച്ച് എടുത്ത് നോക്കിയാലും താഴത്ത് വന്ന് തന്നെ 1 lakh rupees ഫ്രീ ഗീവ് ആണ് കൊടുക്കുന്നത്. ഫസ്റ്റ് വന്നാൽ 20,000, സെക്കൻഡ് വന്നാൽ 10,000, തേർഡ് വന്നാൽ 5,000, അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അതുപോലെ തന്നെ വിഷൻ 11 നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്തിട്ടല്ലെങ്കിൽ ട്രൈ ചെയ്യുക. കാരണം അത്രയും യൂസ്ഫുൾ ആയ ഒരു ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ 1 lakh rupees ഫ്രീ ഗീവ് അവേ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് പൈസ ഒന്നും കൊടുക്കേണ്ട, 0 rupees ജോയിൻ ചെയ്ത് തന്നെ ഫസ്റ്റ് വന്നാൽ 10,000 ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ മറ്റ് ആപ്ലിക്കേഷൻസൊക്കെ ഉണ്ട്. നമ്മളെ മൈ മാസ്റ്റർ 11, ഫോക്കസ് 11, Excel 11 ഇതൊക്കെ നമുക്ക് ഡ്രീം 11നെക്കാട്ടിലും എത്രയോ ബെറ്റർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ്. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ആപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരാം. ഇപ്പോൾ നമ്മുടെ പഞ്ചാബ് കിങ്സിൻ്റെ ഫസ്റ്റ് പ്ലെയറിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രിയനാഷ് ആര്യാണ്. റീസെൻ്റ്ലി കുഴപ്പമില്ലാത്തൊരു പ്ലെയറാണ്. ഈ ഒരു ഗ്രൗണ്ടിലാണെങ്കിൽ 4 ഇന്നിങ്സ് കളിച്ച് 147 റൺസും അദ്ദേഹം എടുത്തിട്ടുണ്ട്. RCBക്ക് അഗെയിൻസ്റ്റായിട്ട് 2 മത്സരം കളിച്ച് 38 റൺസുമാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. സിമ്രാൻ സിംഗിനെ പറ്റി പറയുന്ന സമയത്ത് റീസെൻ്റ്ലി അദ്ദേഹം കുറച്ച് ഫോമിലാണ്. ഈ ഒരു ഗ്രൗണ്ടിൽ 9 ഇന്നിങ്സ് കളിച്ച് 155 റൺസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ RCBക്ക് അഗെയിൻസ്റ്റായിട്ട് 6 മത്സരം കളിച്ച് 130 റൺസും എടുത്തിട്ടുണ്ട് കേട്ടോ. ശ്രേയസ് അയ്യറാണ്. അദ്ദേഹത്തെ പറ്റി പറയുന്ന സമയത്ത് റീസെൻ്റായിട്ട് അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ്. ലാസ്റ്റ് ആയിരുന്ന 3 മത്സരങ്ങൾ 45 റൺസിന് എബോവാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. ലാസ്റ്റ് ആയിരുന്ന 5 മത്സരത്തിൽ അതിൽ 3 45 റൺസ് എബോ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്രൗണ്ടിൽ 4 ഇന്നിങ്സ് കളിച്ച് 25 റൺസ് എടുത്തിട്ട് പ്യുവർ റെക്കോർഡാണ് ഈ ഒരു ഗ്രൗണ്ടിൽ. ബട്ട് RCBക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് 16 ഇന്നിങ്സ് കളിച്ചിട്ട് 406 റൺസ് അദ്ദേഹം നേടിയിട്ടുണ്ട്. ജോഷ് ഇംഗിൾസിനാണെങ്കിൽ ഇംഗിൾസിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു ഗ്രൗണ്ടിൽ 2 മത്സരം കളിച്ച് 31 റൺസാണ് നേടിയിട്ടുള്ളത്. അഗെയിൻസ്റ്റ് നമ്മുടെ RCB ആയിട്ട് അദ്ദേഹം 2 ഇന്നിങ്സ് കളിച്ചിട്ട് 43 റൺസാണ് നേടിയിട്ടുണ്ട് കേട്ടോ. നഹേൽ വധേരയാണെങ്കിലും 5 ഇന്നിങ്സാണ് അദ്ദേഹം 5 ഇന്നിങ്സിൽ ഒരെണ്ണം 70 റൺസ് എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് നടന്ന 5 ഇന്നിങ്സിൽ. അതുപോലെ തന്നെ ഈ ഒരു ഗ്രൗണ്ടിലാണെങ്കിൽ 4 ഇന്നിങ്സ് കളിച്ചിട്ട് 86 റൺസാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. RCBക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് 4 ഇന്നിങ്സ് കളിച്ച് 111 റൺസ് നേടിയിട്ടുണ്ട് കേട്ടോ. ശശാങ്ക് സിംഗിനെ പറ്റി പറയുന്ന സമയത്ത് ഈ ഒരു ഗ്രൗണ്ടിൽ 9 ഇന്നിങ്സ് കളിച്ച് 215 റൺസാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. RCBക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് 5 മത്സരം കളിച്ച് 98 റൺസും അദ്ദേഹം നേടിയിട്ടുണ്ട്. മാർക്കസ് സ്റ്റോണിസിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം റീസെൻ്റ് ആയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ആണ്. ഈ ഒരു ഗ്രൗണ്ടിൽ റെക്കോർഡ്സോ കാര്യങ്ങളൊന്നും കാര്യമായിട്ടില്ല. പക്ഷേ എഗെയിൻസ്റ്റ് RCB ആയിട്ട് 13 ഇന്നിങ്സ് കളിച്ചിട്ട് 275 റൺസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തതായിട്ട് പറയുന്നത് നമ്മുടെ ഒംറാസിയാണ്. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ലാസ്റ്റ് 5 മത്സരത്തിൽ 5 വിക്കറ്റ് നേടിയിട്ടുണ്ട്. ഈ ഒരു ഗ്രൗണ്ടിൽ വിക്കറ്റ്സ് എടുത്തില്ല. എഗെയിൻസ്റ്റ് RCB ആയിട്ട് റെക്കോർഡ്സ് ഇല്ല. മാർക്കോ ജെയിംസിനെ പറ്റി പറയുന്ന സമയത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു വിക്കറ്റ് ടേക്കറാണ്. 2 വിക്കറ്റ് ലാസ്റ്റ് നടന്ന 3 മത്സരങ്ങളിൽ 2 വിക്കറ്റ് വീതം 3 മാച്ച് അദ്ദേഹം നേടിയിട്ടുണ്ട്. ഈ ഒരു ഗ്രൗണ്ടിലാണെങ്കിൽ 4 ഇന്നിങ്സ് കളിച്ച 4 വിക്കറ്റും അതുപോലെ തന്നെ അഗെയിൻസ്റ്റ് RCB ആയിട്ട് 3 മത്സരം കളിച്ചിട്ട് 3 വിക്കറ്റും അദ്ദേഹം നേടിയിട്ടുണ്ട്. കെയിൽ ജെയിംസനെ പറ്റി പറയുന്ന സമയത്ത് അദ്ദേഹം റീസെൻ്റ് നല്ല ഫോമിലാണ്. ലാസ്റ്റ് ഗെയിം 3 വിക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഹർപ്രീത് ബാർ അദ്ദേഹത്തെ പറ്റി പറയുന്ന സമയത്ത് 5 മത്സരം ലാസ്റ്റ് 5 മത്സരത്തിൽ 5 വിക്കറ്റ് നേടിയിട്ടുണ്ട്. ഈ ഒരു ഗ്രൗണ്ടിൽ 6 മത്സരം കളിച്ച് 2 വിക്കറ്റാണ് നേടിയിട്ടുള്ളത്. RCBക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് 8 മത്സരം കളിച്ച് 11 വിക്കറ്റ് നേടിയിട്ടുണ്ട് കേട്ടോ. ഹർഷദീപ് സിംഗ് ആണെങ്കിലും ലാസ്റ്റ് നടന്ന 5 മത്സരങ്ങളിൽ ഒരു മത്സരം 3 വിക്കറ്റ്, ഒരു മത്സരം 2 വിക്കറ്റും വീതമൊക്കെ നേടിയിട്ടുണ്ട്. ഈ ഒരു ഗ്രൗണ്ടിൽ 9 ഇന്നിങ്സ് കളിച്ച് 11 വിക്കറ്റും RCBക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് 9 മത്സരം കളിച്ച് 8 വിക്കറ്റുമാണ് നേടിയിട്ടുള്ളത്. അടുത്തായിട്ട് നമ്മുടെ ചഹാലാണെങ്കിലും ലാസ്റ്റ് 5 മത്സരത്തിൽ 4 വിക്കറ്റും 2 വിക്കറ്റൊക്കെ നേടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഗ്രൗണ്ടിലാണെങ്കിൽ 5 ഇന്നിങ്സ് കളിച്ച് 6 വിക്കറ്റും RCBക്ക് അഗെയിൻസ്റ്റ് 9 ഇന്നിങ്സ് കളിച്ച് 9 വിക്കറ്റുമാണ് നേടിയിട്ടുള്ളത്.
റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരു. ഇനി ബാംഗ്ലൂരിൻ്റെ പ്ലേയേഴ്സിനെ പറ്റി നോക്കുന്ന സമയത്ത് വിരാട് കോഹ്ലി റീസൺ നല്ല ഫോമിലാണ്. ലാസ്റ്റ് നടന്ന 5 മത്സരങ്ങളിലും 50+ അദ്ദേഹത്തിൻ്റെ ഇന്നിംഗ്സ് സ്കോർ എന്ന് പറയുന്നത്. ഈ ഒരു ഗ്രൗണ്ടിൽ 73 റൺസ് എടുത്തിട്ടുണ്ട്, ഒരു മാച്ച് കളിച്ചിട്ടുള്ളൂ. ബട്ട് പഞ്ചാബിന് അഗെയിൻസ്റ്റ് ആയിട്ട് 34 മത്സരം കളിച്ച് 1104 റൺസ് അദ്ദേഹം നേടിയിട്ടുണ്ട്. ഫിലിപ്പ് സാൾട്ടിനെ പറ്റി പറയുന്ന സമയത്തും ഗ്രൗണ്ടിൽ വലിയ റെക്കോർഡ്സ് ഇല്ല, പക്ഷേ പഞ്ചാബിന് അഗെയിൻസ്റ്റ് ആയിട്ട് 5 മത്സരം കളിച്ച് 127 റൺസ് നേടിയിട്ടുണ്ട്. മായങ്ക് അഗർവാളിനെ പറ്റി പറയുമ്പോഴും അദ്ദേഹം ലാസ്റ്റ് മത്സരം 41 റൺസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചാബിന് അഗെയിൻസ്റ്റ് ആയിട്ട് 8 ഇന്നിങ്സ് കളിച്ചിട്ട് 157 റൺസ് നേടിയിട്ടുണ്ട്. പടിതാറിനെ പറ്റി പറയുന്ന സമയത്ത് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പഞ്ചാബിന് അഗെയിൻസ്റ്റ് ആയിട്ട് 6 ഇന്നിങ്സ് കളിച്ച് 165 റൺസാണ് നേടിയിട്ടുള്ളത്. ജിതീഷ് ശർമ്മയെ പറ്റി പറയുമ്പോഴും 2 വിക്കറ്റ് 2 മത്സരത്തിൽ ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ച് 13 റൺസാണ് നേടിയിട്ടുള്ളത്. ഈ ഒരു ഗ്രൗണ്ടിൽ 6 ഇന്നിങ്സ് കളിച്ച് 90 റൺസും എഗെയിൻസ്റ്റ് പഞ്ചാബായിട്ട് 2 മത്സരം കളിച്ച് 13 റൺസും എടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ടിം ഡേവിഡിനെ പറ്റി പറയുന്ന സമയത്ത് അദ്ദേഹം 4 ഇന്നിങ്സ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ചിട്ട് 108 റൺസ് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൃണാൽ പാണ്ഡ്യ ആണെങ്കിൽ ലാസ്റ്റ് 3 മത്സരത്തിൽ 2 വിക്കറ്റ് അദ്ദേഹം നേടിയിട്ടുണ്ട്. പഞ്ചാബിന് അഗെയിൻസ്റ്റ് ആയിട്ട് 17 ഇന്നിങ്സ് കളിച്ചിട്ട് 204 റൺസും 10 വിക്കറ്റ് നേടിയിട്ടുണ്ട്. ഷെപ്പേർഡിനെ പറ്റി പറയുന്ന സമയത്ത് അദ്ദേഹം പഞ്ചാബിന് അഗെയിൻസ്റ്റ് ആയിട്ട് 3 ഇന്നിങ്സ് കളിച്ച് 27 റൺസും 1 വിക്കറ്റുമാണ് നേടിയിട്ടുള്ളത്. ഭുവനേശ്വർ കുമാർ ആണെങ്കിൽ 23 ഇന്നിങ്സ് അഗെയിൻസ്റ്റ് പഞ്ചാബുമായി കളിച്ച് 31 വിക്കറ്റ്സ് നേടിയിട്ടുണ്ട്. ഗ്രൗണ്ടിൽ 2 മത്സരം കളിച്ച് 2 വിക്കറ്റുമാണ് നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഹേസൽവുഡിനെ പറ്റി പറയുന്ന സമയത്ത് റീസെൻ്റ്ലി നല്ല ഫോമിലായിട്ടുള്ള പ്ലെയറാണ്. 4 മത്സരം അഗെയിൻസ്റ്റായി കളിച്ചിട്ട് പഞ്ചാബിന് അഗെയിൻസ്റ്റായി കളിച്ച് 3 വിക്കറ്റും എടുത്തിട്ടുണ്ട്. നുവാൻ തുഷാർ അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ലാസ്റ്റ് 5 മത്സരത്തിൽ 3 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ യാഷ്ടയാലാണെങ്കിൽ ലാസ്റ്റ് 5 മത്സരത്തിൽ 3 വിക്കറ്റാണ് എടുത്തിട്ടുള്ളത്. പഞ്ചാബിന് അഗെയിൻസ്റ്റ് ആയിട്ട് 4 മത്സരം കളിച്ച് 1 വിക്കറ്റ് എടുത്തുള്ളൂ. സുയാഷ് ശർമ്മ അദ്ദേഹമാണെങ്കിലും പഞ്ചാബിന് അഗെയിൻസ്റ്റ് ആയിട്ട് 3 മത്സരം കളിച്ച് 3 വിക്കറ്റാണ് നേടിയിട്ടുള്ളത്. ഈ ഒരു ഗ്രൗണ്ടിലാണെങ്കിൽ 2 വിക്കറ്റ് നേടിയിട്ടുണ്ട് ഒരു മത്സരത്തിൽ. ഇതുവരെ നമ്മളെ പഞ്ചാബും RCB തമ്മിൽ 35 പ്രാവശ്യം ഏറ്റുമുട്ടിയിട്ട് 18 പ്രാവശ്യം പഞ്ചാബും 17 പ്രാവശ്യമാണ് RCB വിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീം ക്രിയേറ്റ് ചെയ്യാം. സോ അതിനായിട്ട് നമ്മുടെ കുബേര ഫാൻറ്റസി ആപ്പ് തന്നെയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ ബാറ്റിംഗ് ഓപ്ഷനിൽ തീർച്ചയായിട്ടും ഫിലിപ്പ് സാൾട്ടിനെ ഞാൻ എടുക്കുന്നുണ്ട് നമ്മളെ വിക്കറ്റ് കീപ്പിങ്ങിൽ. അതുപോലെ തന്നെ ബൗളേഴ്സിലോട്ട് നോക്കുന്ന സമയത്ത് നമ്മുടെ അർഷദീപ് സിംഗിനെ എടുക്കാം. അതുപോലെ തന്നെ കൃണാൽ പാണ്ഡ്യ നമുക്ക് ഫൈനലൈസ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, അതുപോലെ തന്നെ പട്ടിദാറിനെ നമുക്ക് എന്തായാലും എടുക്കാം കേട്ടോ. ഇതിന് അതുപോലെ തന്നെ പ്രിയനാശാരി എടുക്കാം, കാരണം നല്ല പെർഫോമൻസ് ആയിരുന്നു ലാസ്റ്റ് അവർ കളിച്ചതൊക്കെ. അതുപോലെ തന്നെ സിമ്രാൻ സിംഗും ജോഷ് ഇംഗിൾസിനെ എടുത്തോളൂ. അപ്പോൾ ഇനിയുള്ള മൊത്തം ആൾക്കാരെ നമുക്ക് മാക്സിമം ഓൾറൗണ്ടേഴ്സിലോട്ട് തന്നെ പോവാം. ഓക്കെ, നമ്മളെ ജെൻസൺ ഇവിടെ. ഓക്കെ, കാണാനില്ലല്ലോ, അത് നമുക്ക് നോക്കാം. ഓക്കെ, ജെൻസൺ ഉണ്ടെങ്കിൽ ജെൻസൺ എടുക്കണം കേട്ടോ തീർച്ചയായിട്ടും. പിന്നെ അതുപോലെ തന്നെ ബൗളേഴ്സിൽ നമുക്ക് ബൊവീനെ എടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ വിജയ് കുമാർ റോയ്ഷ നല്ല പെർഫോമൻസാണ്. കെയിൽ ജെൻസനെ നമുക്ക് തൽക്കാലം ഇപ്പം എടുക്കാം. ജെൻസനെ കാണാമല്ലോ. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റോണിസിനാണ് ഞാൻ തൽക്കാലം എടുക്കുന്നത്. ഞാൻ കൂടുതലും ഈ ഒരു മാച്ച് കൂടുതലായിട്ട് വിൻ ചെയ്യാൻ ചാൻസ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മുടെ പഞ്ചാബിനെയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കാരണം അവർ അമ്മാതിരി ടീമായിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ മേ ബി ചാൻസ് ഉള്ള എനിക്ക് ഒരു തോന്നുന്ന ഒരു സംഭവം, ഞാൻ തോന്നലാണ് പറഞ്ഞ്, നേരത്തെ RCBനെ പുച്ഛിച്ചൊന്നുമല്ല കേട്ടോ. നമ്മുടെ ടീം നോക്കുകയാണെങ്കിൽ ഫിലിപ്പ് സാൾട്ട്, ജോഷ് ഇംഗിൾസ്, നമ്മുടെ സിമ്രാൻ സിംഗ്, അതുപോലെ തന്നെ വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, രാജത് പടിദാർ, പ്രിയനാശാര്യ, സ്റ്റോണിസ്, ഭുവനേശ്വർ കുമാർ, കെയിൽ ജെയിൻസൺ, അതുപോലെ തന്നെ അർഷദീപ് സിംഗ്, ഇത്രയും പേരേ ഉള്ളൂ. ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീമാണ്. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലിടും. സോ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് നിങ്ങൾ കയറി ജോയിൻ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്തു, കാരണം ഫൈനൽ ടീംസൊക്കെ ഇവിടെയാണ് ഇടാറുള്ളത്. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.